അക്ഷരങ്ങളുടെ ക്ഷേത്രത്തിൽ മറ്റൊരു വിസ്മയം കൂടി. ലോകത്തിലെ ഏറ്റവും വലിയ ശനീശ്വര വിഗ്രഹ പ്രതിഷ്ഠയ്ക്കൊരുങ്ങി പൗർണമിക്കാവ്. 15 അടി ഉയരത്തിൽ ഒറ്റക്കല്ലിൽ തീർത്ത വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുന്നത്. അക്ഷരദേവതകളാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ. അറിവിലേക്ക് ആനയിക്കുന്ന അക്ഷരങ്ങളെയാണ് ഇവിടെ ഉപാസനമൂർത്തികളാക്കി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. എന്നാൽ ഇനി മുതൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശനീശ്വര വിഗ്രഹത്തിന്റെ പേരിലാകും ഈ ക്ഷേത്രം അറിയപ്പെടുക. ലോകത്തിലെ ഏറ്റവും വലിയ കൃഷ്ണശിലയിൽ ചെയ്ത ശനി ദേവൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ശനിയുടെ വാഹനമായ കാകനും പ്രത്യേകമായിട്ടാണ് പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. അതൊന്നും ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹമായിട്ടുണ്ട്. 15 അടിയോളം നീളമുള്ള 50 ടണ്ണുള്ള വിഗ്രഹം ആണ് ശനിയുടെ വാഹനമായ കാകൻ്റെയും പ്രതിഷ്ഠ നടക്കാൻ പോകുന്നത്. അത് 2 മാസങ്ങൾക്ക് ശേഷമാണ് പ്രതിഷ്ഠ. അതിൻ്റെ ശിലാവിഗ്രഹം മയിലാടിയിൽ നിന്നും പൗർണമിക്കാവിൽ എത്തിച്ചിട്ടുണ്ട്. സാധാരണ ഈ നവഗ്രഹ ആരാധനാ സങ്കല്പവുമായി ബന്ധപ്പെട്ടാണ് ശനിദേവനെ എല്ലാ സ്ഥലത്തും നമ്മൾ പ്രതിഷ്ഠിച്ച് കണ്ടിട്ടുള്ളൂ. പക്ഷേ പൗർണമിക്കാവിൽ ഈ ശനിദേവ വിഗ്രഹം മാത്രമായിട്ടാണ് പ്രതിഷ്ഠിക്കുന്നത്. കാരണം ആ ശനിദേവൻ്റെ ദേവതാ നിർദ്ദേശപ്രകാരം ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഈ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ എന്നെ ഇരുത്താൻ പാടുള്ളൂ എന്നുള്ള ഒരു സങ്കല്പം അനുസരിച്ചാണ് ഇവിടെ ശനിദേവനെ ഒറ്റയ്ക്ക് പ്രതിഷ്ഠിക്കുന്നത്. 51 അക്ഷരദേവതാ ശില്പങ്ങൾ നിർമ്മിച്ച കന്യാകുമാരി ജില്ലയിലെ മയിലാടിയിലെ ശില്പശാലയിൽ നിന്നാണ് വിഗ്രഹം തയ്യാറാക്കിയത്. ശനിദേവനെ ചെയ്യാൻ വേണ്ടിയുള്ള കൊണ്ടുവന്ന കല്ല് തന്നെ ശരിക്കും 60 ടൺ കല്ല് കൊണ്ടുവന്നിട്ട് അത് കൊത്തി എടുത്ത് അത് ഈ രൂപത്തിൽ ഇപ്പോൾ 20ഓളം ടൺ രൂപമാക്കി വിഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് ഇതിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 2 ക്രെയിനുകൾ ഉപയോഗിച്ചിട്ടാണ് അത് അവിടുന്ന് വിഗ്രഹം കയറ്റിയത്. ആ കല്ലെടുക്കാൻ തന്നെ 3 ക്രെയിൻ ഉപയോഗിച്ചു. ഇവിടെ ഇറക്കാൻ തന്നെ അത്രയും വലിയ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഈ വിഗ്രഹം ഇവിടെ ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ മറ്റ് ചടങ്ങുകൾക്ക് വേണ്ടി ഉള്ള ക്ഷേത്ര ശ്രീകോവിൽ ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഗ്രഹം ശരിക്കും 2 വർഷം എടുത്തു. ഈ വിഗ്രഹം കൊത്തിയെടുക്കാൻ വേണ്ടി 2 വർഷം എടുത്തു. ഈ ശനി ഭഗവാന്റെ വാഹനം വിഗ്രഹം ശരിക്കും കൊത്താൻ ശരിക്കും 3 വർഷമായി. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഏതാനും നാളുകൾ കൊണ്ട് അതിൻ്റെ പണി തീർത്തിയാൽ ആ കാകൻ വിഗ്രഹവും കൊണ്ടുപോകും. അതും ലോകത്തിലെ തന്നെ ഒരു അത്ഭുതമായിട്ടാണ് ശനിദേവൻ്റെ കാകൻ എന്നുള്ള വാഹനവും വരുന്നത്. അത് ലോകത്തിൻ്റെ അത്ഭുതമായിരിക്കും. കൽത്തൂണുകൾ നിർമ്മിക്കുന്ന ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷമായിരിക്കും വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. ഈ ചടങ്ങിന്റെ കാത്തിരിപ്പിലാണ് വിശ്വാസികളും. അർച്ചന രവീന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.